ആതുര ശുശ്രൂഷ രംഗത്ത് 4 ദശാബ്ദക്കാലം പിന്നിട്ട എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഏറെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. ആദ്യകാല പ്ലാസ്റ്റിക് സർജന്മാരിൽ ഒരാളും കേരളത്തിൽ പ്ലാസ്റ്റിക് സർജറിക്ക് ഏറെ പ്രചാരം കൊടുത്ത വ്യക്തിയുമായ ഡോക്ടർ ശ്രീ KR രാജപ്പൻ, ഡയറക്ടർ, സീനിയർ കൺസൾട്ടന്റ്, പ്ലാസ്റ്റിക്, കോസ്മെറ്റിക് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി. വെൽക്കം സർ. താങ്ക് യു. സാർ, 1980കളുടെ ഒരു തുടക്ക കാലഘട്ടത്തിലാണ് സാർ ഒരു പുതിയ ആശുപത്രി എന്നൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത സാറിൻ്റെ ഉള്ളിൽ വന്നത്. എന്താണ് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശുപത്രി തുടങ്ങാൻ വേണ്ടി സാറ് ചിന്തിച്ചത് എന്നൊന്ന് പറയാമോ? എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഒരു രൂപം കണ്ട ഒന്നായിരുന്നു ആരോഗ്യ രംഗത്തേക്ക് വിദ്യാഭ്യാസം കെട്ടിപ്പടുത്തുയർത്തണമെന്നും അതിൽ വളർന്നു വരണമെന്നുള്ള താല്പര്യം. അന്ന് നമ്മളുടെ കേരളത്തിൽ മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലങ്ങൾ. മെഡിക്കൽ കോളേജുകൾ എന്ന് പറയാൻ പറ്റില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ കാലത്താണ്. അപ്പോൾ അന്ന് ആദ്യകാലത്ത് ചരിത്രം ഞാൻ പറയുന്നത് MBBS വിദ്യാഭ്യാസത്തിൻ്റെ കാലത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള ബേസിൽ അത് വലിയൊരു വിഷമം തന്നെ. മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ. അതായിരുന്നു അന്നത്തെ നില. തിരുവനന്തപുരത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന്. അത് ആദ്യകാലത്തായിരുന്നു. പിന്നെ പനമ്പള്ളി ഗോവിന്ദൻ ചീഫ് മിനിസ്റ്റർ ആയി വരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തും പഴയ പരിചയക്കാരനൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു സീറ്റ് ലഭിച്ചു. പക്ഷെ അത് കേരളത്തിലല്ലായിരുന്നു. കേരളത്തിന് വേണ്ടി 3 സീറ്റ് മറ്റ് സംസ്ഥാനത്ത് റിസർവ് ചെയ്ത് വെച്ചിരുന്നു. ഇതൊരു മ്യൂച്വൽ എക്സ്ചേഞ്ചിലുള്ള ഒരു സ്കീമായിരുന്നു. 3 മെഡിക്കൽ കോളേജ് സീറ്റ് കേരളീയർക്ക് കിട്ടുമ്പോൾ 3 എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ് ആ സീറ്റ് നമ്മൾ കൊടുക്കും, കേരളീയർ കൊടുക്കും. നമ്മൾ ഇവിടുന്ന് 3 സീറ്റ് അവിടെ കൊടുക്കുമ്പോൾ അവിടുന്ന്. അതെ. ഇതെവിടെയാണ് സാർ? കർണാടക? എവിടെ? ഇത് ഒറീസ. 3 എഞ്ചിനീയറിംഗ്, അവർക്ക് എഞ്ചിനീയറിംഗ് കോളേജില്ല, നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജില്ല. അതായത് നമ്മൾ 3 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഇവിടുന്ന് 3 മെഡിക്കൽ സ്റ്റുഡൻസിന് അവിടെ അഡ്മിഷൻ കൊടുക്കും. അങ്ങനെയാണ്. അതായിരുന്നു. അപ്പോൾ അന്ന് ആണ് ഒരു സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അന്ന് പെരുമ്പള്ളി ഗോവിന്ദൻ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് അങ്ങനെ സംസാരിച്ച് കണ്ടും ഞാൻ ഉപദേശങ്ങൾ ചോദിക്കാൻ വേണ്ടി ചെന്ന കാലത്ത് എന്നോട് പറയുന്നുണ്ട്, വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അത് ശരിയായിട്ടുള്ള മറുപടി വർഷമായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കണം, ഇതാണ്. അപ്പോൾ ഇത് എന്നും 10-60 വർഷമായെങ്കിലും എന്നും എൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ MBBS പഠിക്കുമ്പോൾ മുതൽ ഒറീസയിൽ 5 കൊല്ലത്തോളം വിദ്യാഭ്യാസം നടത്തിയതിനു ശേഷം ഇവിടെ വന്ന് കേരള മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ടാണ് ചേരുന്നത്. സാർ എവിടെ ജോയിൻ ചെയ്തപ്പോൾ? 1962 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് ചേർന്നു. അന്നിവിടെ വന്നു കഴിഞ്ഞിട്ട് 2-3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക് സർജറി എന്ന് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഇല്ലാത്ത ഒരു സമയത്ത് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പീഡിയാട്രിക് സർജറിയിൽ ട്യൂട്ടറായിട്ടാണ് ആദ്യത്തെ നിയമനം. അപ്പോൾ അവിടെ കഴിഞ്ഞ് പിന്നീട് ജനറൽ സർജറിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഓർത്തോപെഡിക്സ് പോയി കുറച്ച് നാൾ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്നെ ജനറൽ സർജറിയിൽ സ്ഥിരം പോസ്റ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. അത് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം 1964 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ള സമയത്ത് കഴിഞ്ഞ് അടുത്ത വർഷം 1965 ഞാൻ ഈ പുതിയ പ്ലാസ്റ്റിക് സർജറി എന്നുള്ള ആ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി, അന്നൊക്കെ ഇന്ത്യയിൽ തന്നെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരളത്തിലേക്കൊന്നും വന്നോന്ന് പറയാൻ പറ്റില്ല, ഒന്നും തന്നെയില്ല. ഇന്ത്യയിൽ ഒരു 2-3 കേന്ദ്രങ്ങളുണ്ടായിരുന്നു. നാഗപ്പൂർ ഉണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു, പാറ്റ്നയിലുണ്ടായിരുന്നു. അത് 2-3 വർഷമായിരുന്നു ആ കാലത്താണ്. അപ്പോൾ അതൊന്നൊരു വലിയൊരു സംഭവം തന്നെ. ഒരു പുതിയ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസ്റ്റിക് സർജറി എന്ന് ചോദിച്ചാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും വിഷമം. അതായിരുന്നു ആ കാലം. എനിക്ക് അതൊരു അപരിചിതമായ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി. അപ്പോൾ അതിനന്ന് തുടങ്ങിയ കാലത്ത് 1962-63 ഏതാണ്ട് ഈ സമയത്തൊക്കെ കഴിഞ്ഞിട്ട് 64 നമ്മളുടെ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് സർജറി പഠിക്കുവാൻ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്ന്
ട്രെയിനിങ്ങിന് പോകും, അത് പഠിക്കാനും തുടങ്ങും 1964. അന്ന് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ അല്ല, ഞാൻ അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡോക്ടർ തോമസ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, പിന്നെ ഡോക്ടർ അപ്പക്കുട്ടൻ, അങ്ങനെ ഞങ്ങൾ 3 പേര്. 3 പേര് ഓരോ പിന്നീട് അധികാരങ്ങളുള്ള കാര്യത്തിലുള്ള പറയുന്നത് 1965 കാലത്തുള്ള 64-65 കാലങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ 3 പ്ലാസ്റ്റിക് സർജറി സെൻറ്റേഴ്സാണ് കേരളത്തിൽ ആദ്യമായിട്ട് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, മെഡിക്കൽ കോളേജ്. പ്രൈവറ്റ് സെക്ടർ ഇല്ല, അതായിരുന്നു അന്നത്തെ കാലം. അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഈ 3 സ്ഥലത്തും 3 അധ്യാപകരും അവർ നിയമിച്ചു, വളർത്തി കൊണ്ടുവരികയാണ്. ഈ 3 സ്ഥലത്തും പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നോ അപ്പോൾ? അതുവരെ ഉണ്ടായിരുന്നില്ല. 1964 വരെ ഉണ്ടായില്ല. 64 കഴിഞ്ഞിട്ടാണ് 65, അതെ 65ലാണ് പിന്നെ. അപ്പോൾ അതിൽ തിരുവനന്തപുരത്ത് ഉള്ള സർജന് ക്വാളിഫിക്കേഷൻ അന്നില്ല, ഇങ്ങനെ ഡിഗ്രി ഇല്ലല്ലോ, ഇന്ത്യയിലില്ല, പുറത്തും ഇല്ല. അപ്പോൾ അന്ന് ട്രെയിനിങ് സർജറി പാസ്സായി കഴിഞ്ഞാൽ അവരെ പ്ലാസ്റ്റിക് സർജറി ട്രെയിനിങ് ആയിട്ട് വിടുക. ഓ ശരി. ആ ഒരു കാലമായിരുന്നു. അപ്പോൾ അവർ ഒരു കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറ്റു മെഡിക്കൽ കോളേജിൽ പോയിട്ട് അധ്യാപനം നടത്താം എന്നുള്ളതായിരുന്നു അന്നത്തെ നിയമം. അപ്പോൾ അങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തുള്ള ഡോക്ടറെ വിട്ടത്. ഒരു ഇംഗ്ലണ്ടിൽ പോയി 1 വർഷം കഴിയുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹം തിരികെ വന്നു. അതിനുശേഷമാണ് കോഴിക്കോട് ഡോക്ടർ അപ്പക്കുട്ടൻ ഞാനും ഞങ്ങൾ ക്ലാസ്മേറ്റ്സുമായിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി പാറ്റ്നയിൽ പ്രിൻസ് ഓഫ് വെയിൽസ് മെഡിക്കൽ കോളേജ് പാറ്റ്ന അവിടെയായിരുന്നു. അപ്പക്കുട്ടനെ കോഴിക്കോട്ടും പോസ്റ്റ് ചെയ്തു, എന്നെ കോട്ടയത്തും പോസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഈ 3 സെൻറ്റേഴ്സ് പ്ലാസ്റ്റിക് സർജറിയിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം. ആ സമയത്ത് പ്ലാസ്റ്റിക് സർജറി എങ്ങനെയാണ് സാർ, എല്ലാവർക്കും പ്രാപ്യമായിരുന്നു അതോ നമുക്ക് വലിയ അതായത് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ, അതെ, അപ്പോൾ അവിടെ ഇത് നോക്കാറില്ല, കാശിൻ്റെ ഇത് നോക്കാറില്ല. രോഗികൾക്കല്ലോ, ഒരു രോഗി സർജറിക്ക് വേണ്ടി വന്നാൽ 1.5 വർഷം കാത്തിരിക്കണം സർജറി കിട്ടണേ. അത്രയധികം ആൾക്കാരാണ് ഓരോ ദിവസവും, എത്രയോ ആൾക്കാരാണ്, ഒരു 100-100 ആൾക്കാരാണ് വെയിറ്റ് ചെയ്ത് ഈ ഒരു സർജറി ഉണ്ടാകപ്പാടെ. അപ്പോൾ പറഞ്ഞാൽ അന്ന് സർജറിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടംപോലെ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാ ദിവസവും സർജറി, എല്ലാ സമയവും ഈ ഒരു സർജറി ഉള്ള സമയത്ത് സാധിച്ചിരുന്നില്ല. പിന്നെ അസിസ്റ്റൻസൊക്കെ പറ്റി 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുറേശ്ശെ പഠിപ്പിച്ച് മറ്റവരെ കൊണ്ടൊക്കെ സഹായിക്കാനായിട്ട് കൂടെ കൂട്ടാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റായി. അതും കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോഴ്സ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തുടങ്ങുകയും നമ്മളുടെ ഇവിടെ തുടങ്ങാൻ വളരെ കൊല്ലങ്ങളെടുത്തു. പിന്നെയും മറ്റുള്ള സ്റ്റേറ്റുകൾ, തെക്ക് ഇന്ത്യയിൽ മദ്രാസിലായിരുന്നു, പിന്നെ ആന്ധ്രയിലുണ്ടായിരുന്നു. പക്ഷെ കേരളം നമ്മളുടെ എളുപ്പം ഡെവലപ്പ് ചെയ്തെങ്കിലും കുറച്ച് കൊല്ലങ്ങൾ എടുക്കേണ്ടി വന്നു മെഡിക്കൽ കോളേജിൽ എടുക്കാനായിട്ട്. സാർ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങാനുള്ളൊരു ആശയം വരുന്നത്? അല്ല, അതൊക്കെ കഴിഞ്ഞ് വളരെ കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറിയിൽ തന്നെ ഒരു 8 വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വളരെ അസംതൃപ്തനായിരുന്നു. അതായത് രോഗികൾ വരുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അസിസ്റ്റൻ്റായിട്ട് കിട്ടുന്നത് അസിസ്റ്റന്മാരില്ല. സർജറി പാസ്സായ ആൾക്കാർ, ജനറൽ സർജറി പാസ്സായ ആൾക്കാരെ ഞങ്ങൾ അസിസ്റ്റൻ്റ്, അവരെ കൊണ്ട് കുറച്ചൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷെ എന്നാലും ഒരാളെ കൊണ്ട് എത്ര ചെയ്യാൻ സാധിക്കും? എത്രയോ രോഗികളാണ് വൈകല്യമുള്ളവരും വൈരൂപ്യമുള്ളവരെയൊന്നും നമുക്ക് എടുക്കാൻ സാധിക്കുക. എന്ന് വെച്ചാൽ അത്രയോ അധികം വൈകല്യമുള്ള ആൾക്കാരാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ കുഷ്ഠരോഗം ഇന്നും നിങ്ങൾ കണ്ടു കാണില്ല. കുഷ്ഠരോഗം കഴിഞ്ഞ് വൈകല്യമുള്ള ആൾക്കാർ വളരെയേറെയുള്ള കാലങ്ങളാണ്. അന്ന് ചികിത്സയില്ല അധികമായിട്ട്. മൂക്ക് പതിഞ്ഞ്, മുഖം വൈകൃതമായി, വിരലുകളൊക്കെ മടങ്ങി. അപ്പോൾ അതൊക്കെ വലിയ ഈ ശസ്ത്രക്രിയ കൊണ്ട് വലിയ തരത്തിലുള്ള വ്യത്യാസം വരുത്താൻ സാധിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ 1.5 വർഷമൊക്കെ ഒരു രോഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് സർവീസിൽ അതിൽ നിന്നാൾ നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. വെച്ചാൽ നമ്മളുടെ തൃപ്തിപരമായിട്ടുള്ള ചികിത്സ നടത്താൻ സാധിക്കില്ല. ഗവൺമെന്റ് സെക്ടറിൽ സാറ് വിചാരിച്ച പോലെ സാധിക്കുന്നില്ല. ഓപ്പറേഷൻ 1-2-3 ദിവസമൊക്കെ സാധിക്കുള്ളൂ, എല്ലാ ദിവസവും സാധിക്കില്ല. അത്രയധികം രോഗികളാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നില വന്നപ്പോഴാണ് ഗവൺമെൻറ് സർവീസ് വിട്ട് പോരാമെന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് പ്രൈവറ്റ് സെക്ടറിൽ ഇങ്ങനത്തെ ചികിത്സകൾ ഉണ്ടായിരുന്നോ അതോ? ഇല്ല, ആ കാലങ്ങളില്ല. പ്രൈവറ്റ് സെക്ടറൊക്കെ പിന്നീടാണ് വരുന്നത്.
അപ്പോൾ സാറ് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് വിട്ടിട്ട് നേരെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്? ഞാൻ ആദ്യം തന്നെ വളരെ ആസ്വദിച്ചിരുന്ന ഒരു സമയമായിരുന്നു. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പേഷ്യകളെ കണ്ട് അന്ന് ഞാൻ പോയി ഓപ്പറേഷൻ ചെയ്യും, സർജറി നടത്തും. അതെ. അപ്പോൾ ആഴ്ചയിൽ സാറ്റർഡേ സൺഡേ, വെള്ളിയാഴ്ച എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടാൽ സാറ്റർഡേ സൺഡേ അവിടെ ആശുപത്രികളിൽ പോയി, അവിടെ താമസിച്ച ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് തിരികെ പോയി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ചെയ്തിരുന്നു. 5.5 വർഷം ഞാനിതിങ്ങനെ ചെയ്തു. അതെനിക്ക് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിരുന്ന ഒരു കാലങ്ങളായിരുന്നു. അപ്പോൾ ആ 5.5 വർഷം വിവിധ പ്രൈവറ്റ് ആശുപത്രികളാണ്. ആ സർജറിയൊക്കെ ഓരോ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നത് ഈ സംഘടനകളായിരുന്നു. സോഷ്യൽ സർവീസ്, ഇപ്പോൾ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അത് നമുക്ക് വൈസ്മൻ ക്ലബ്ബ്, ഇവരൊക്കെ ഉണ്ട്. ഇവരവിടെ സംഘടിപ്പിക്കും. പേഷ്യൻറ്റിനെ വരുത്തി സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യും. ഇതായിരുന്നു അന്നത്തെ സ്കീം. അപ്പോൾ അത് ഈ 5.5 വർഷത്തോളം കാര്യമായിട്ട് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നതിനേക്കാളും ഭേദം ഒരു സ്ഥലത്തേക്ക് മാത്രം കൊണ്ടുചെയ്യല്ലേ നല്ലതെന്ന് താല്പര്യത്തോടു കൂടി എറണാകുളത്ത്. അപ്പോൾ അതുവരെ ഈ പുറത്ത് നടക്കുന്നതിന് പുറമേ എറണാകുളത്ത് ചുറ്റുമുള്ള എല്ലാ ആശുപത്രികളിലും മെഡിക്കൽ ട്രസ്റ്റ്, കുഞ്ഞാലി ഹോം, അങ്ങനെ കുറേ ആശുപത്രികളുണ്ടായിരുന്നു എറണാകുളത്ത് ചുറ്റുവട്ടത്തുള്ള. ഈ പുറത്ത് പോകാത്ത സമയത്ത് എറണാകുളത്ത് കൺസൾട്ടേഷനുള്ള ദിവസം അവിടെ MG റോഡിൻ്റെ ബാനർജി റോഡ് ജംഗ്ഷനിലായിരുന്നു ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങി. അതെ അതെ. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതൊരു പുതുമയാണല്ലോ എല്ലാവർക്കും. ഒന്ന് വലിയ വലിയ പല മഹാന്മാരും ഈ കൺസൾട്ടേഷന് വന്നിട്ടുണ്ട്. മനോരമയിലുള്ള ചീഫ് എഡിറ്റർ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു പുതുമകളായിരുന്നു ആ കാലങ്ങളിൽ. അപ്പം അങ്ങനെയാണ് ഒരു ആശുപത്രി തുടങ്ങുന്നത്. അതെ, എൻ്റെ ആരംഭമാണ്. അപ്പോൾ അങ്ങനെ ക്ലിനിക്കൊക്കെ ആയി വളർത്തി വന്നു കഴിഞ്ഞപ്പോൾ അതിന് ട്രസ്റ്റ് രൂപീകരിച്ചു, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, MB ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ഇതും ഈ MBR ഇതെൻ്റെ മക്കളുടെ ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ വർഷങ്ങൾ, മിനി, ബീന, റീന. അപ്പോൾ അത് അങ്ങനെ രജിസ്റ്റർ ചെയ്തു. സാർ, ഇങ്ങനെ ഇത് ട്രസ്റ്റ് രൂപീകരിച്ചത് പാവപ്പെട്ട ആൾക്കാർക്കൊരു അവരെ സഹായിക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന്. അപ്പോൾ എൻ്റെ ഈ ഉദ്ദേശത്തോടു കൂടി ഒത്തുപോകുന്ന വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട്, അതായത് സഹായിക്കാൻ, രോഗികളെ സഹായിക്കും ഉണ്ടായിരുന്നുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ വിധത്തിലുള്ള വൈഷമ്യങ്ങളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ടും എളുപ്പമായിട്ടും ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും. റിയലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. സാർ, ആശുപത്രി തുടങ്ങിയ കേസ് പറഞ്ഞല്ലോ. ഇത് തുടങ്ങിയപ്പോൾ പ്ലാസ്റ്റിക് സർജറി മാത്രമായിരുന്നോ അതോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നോ? പ്ലാസ്റ്റിക് സർജറി മാത്രം. അതിലാണല്ലോ ഞാൻ എൻ്റെ വൈദഗ്ധ്യം മുഴുവൻ അതിനകത്തായിരുന്നല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് പ്ലാസ്റ്റിക് സർജറി മാത്രമേ ചെയ്യാറുള്ളൂ. വേറെ മറ്റുള്ള സർജറികൾ ഒന്നും തന്നെ ചെയ്യാറുണ്ടായിരുന്നു. ഇത് വളരെയേറെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. സാർ, ഇപ്പോൾ 40 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഇതെന്തൊക്കെ ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ള ഈ ഒരു ലെവലിൽ? ഈ പ്ലാസ്റ്റിക് സർജറിയിൽ ഉള്ള മറ്റുള്ള ഡെവലപ്മെൻറ്റ്സ് വാസം പറയണമെങ്കിൽ ഈ ചികിത്സാ സമ്പ്രദായമൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഞാൻ ആദ്യകാലത്ത് പ്ലാസ്റ്റിക് സർജനായിട്ട് വരുന്ന കാലത്തും ഇതൊക്കെ ചെയ്യുന്ന കാലത്തും വൈരൂപ്യങ്ങളെ പറ്റി ചിന്തിക്കാറേ ഇല്ല. വൈകല്യം മാത്രം, അത് മാറ്റുക എന്നുള്ളത് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ, അത് ചെയ്തിരുന്നുള്ളൂ. അതിൽ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, അതല്ലാതെ ചിന്തിച്ചിരുന്നില്ല. പിന്നീടാണ് ഇതിന് കൂടുതലായിട്ട് ഒരു 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 പ്രത്യേക വിഭാഗമാണ് ഈ റീപ്ലാന്റേഷൻ, മുറിഞ്ഞു പോയാൽ കൂട്ടിച്ചേർക്കുക. പണ്ട് കാലത്തൊക്കെ ഒരു അവയവം മുറിഞ്ഞു പോയാൽ, അപകടം കൊണ്ട് മുറിഞ്ഞു പോയാൽ അതെറിഞ്ഞു കളഞ്ഞ് മറ്റുള്ള ജീവനുള്ള ആ ഭാഗം ഭംഗിയാക്കി സർജറി കൊണ്ട് ശരിയാക്കി എടുക്കാൻ അതേ പറ്റുള്ളൂ. അത് ആ കാല് പോയാൽ പോയി, എവിടെ ഇട്ടിട്ട് പോകുന്നു, കൈ പോയാൽ പോയി. അത്ര ഫസ്റ്റ് റീപ്ലാന്റേഷൻ കേരളത്തിൽ
ചെയ്തത് ഇവിടെയാണ്. ഡോക്ടർ ജയനാഥ് ഒരു തൃശ്ശൂരുള്ള ഒരു വ്യക്തി സൈക്കിളിന് പോവാണ്. പിന്നിൽ മകനിരിക്കുക. സൈക്കിൾ മറിഞ്ഞു, മകൻ്റെ തള്ളവിരൽ കട്ട് ചെയ്ത് പോയി. അപ്പം അന്നൊക്കെ ഒരു ബാബയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കളഞ്ഞ് ആശുപത്രിയിൽ പോയിട്ട് ബാക്കിയുള്ളത് പിന്നീട്. അത് വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇവർ നമ്മളുടെ ഇത് തുടങ്ങിയ കാലങ്ങളിലായിരുന്നില്ല. അപ്പോൾ ഇവർ അത് പൊതിഞ്ഞ് കൊണ്ട് നേരെ വലിയത്. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാലാരിവട്ടത്ത് ഹോസ്പിറ്റൽ തുടങ്ങിയ കാലം. അവിടെ കൊണ്ടുവന്നു. ആദ്യം ഫസ്റ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഒരു കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി റീപ്ലാന്റേഷൻ വലിയൊരു ഇതായിരുന്നു. ഒരു കുട്ടി 5-8 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അമ്മയും അനുസരിച്ച് റിക്ഷയിൽ പോകുന്നു, റിക്ഷ മറിയുന്നു. ഇവൻ്റെ മുഖത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം പോയിരിക്കുക. മൂക്ക്, കണ്ണിൻ്റെ പുരികം, അതുമാതിരി തന്നെയുള്ള ഈ മുഖത്തിൻ്റെ ചിലവ് ഇതെല്ലാം തെറിച്ചു പോയി. അത് ഈ വണ്ടി മറിഞ്ഞതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ പരിക്കേറ്റ കുഞ്ഞിനെയും കൊണ്ട് അവൻ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ വന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതില്ല, ഈ ഭാഗങ്ങളില്ല, മുറിഞ്ഞുപോയ ഭാഗമില്ല. അവിടുത്തെ മാംസങ്ങളൊന്നുമില്ല. ഈ അടിയിലുള്ള എല്ലും അതൊക്കെ ചിലതൊക്കെ ഉണ്ട്, ചിലതൊക്കെ പൊട്ടിപ്പോയി. അതായിരുന്നു വില. കുറച്ച് കഴിയുമ്പോൾ ഒരു പോലീസുകാരനാണ് ഈ ഭാഗം മുറിഞ്ഞുപോയ ഭാഗം കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അത് വെച്ച് പിടിപ്പിച്ചു. അവൻ മിടുക്കനായി. അതുമാതിരി തന്നെ അസന എന്ന് പറഞ്ഞിട്ടുള്ള കാല് പോയത്. അങ്ങനെ പല ചരിത്രങ്ങളും പിന്നെ വന്നു. ഇതൊക്കെ ഈ അവയവം പുനരുദ്ധാരണ ശസ്ത്രക്രിയയാണ്. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നീട്. ആദ്യകാലത്ത് പ്രാശ്ചര്യമൊന്നുമില്ല, ചെയ്യാൻ സമയമില്ല, ട്രെയിനിങ് കിട്ടില്ല. പിന്നെ നമ്മുടെ അടുത്ത പ്ലാസ്റ്റിഷ്യന്മാരൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ, അവരാദ്യമായിട്ട് ഡോക്ടർ ജയകുമാർ വരാൻ തുടങ്ങിയപ്പോൾ അവരിതിൽ അവർ പുറത്തൊക്കെ പോയിട്ട് തായ്വാൻ ഇവിടെയൊക്കെ പോയി പഠിച്ച് കൂടുതൽ ഇതിനെപ്പറ്റി പ്ലാസ്റ്റിക് സർജറിയെ പറ്റി അറിയാൻ സാധിച്ചു. അവിടെയാണ് അവർ ഈ വൈകല്യം മാറ്റുക മാത്രമല്ല സൗന്ദര്യീകരണവും അതേമാതിരി തന്നെ ഈ ആദി കാര്യങ്ങളും മൈക്രോ വാസ്കുലർ സർജറി കൊണ്ട് പുനഃസ്ഥാപിക്കുകയും. അതെ, അതിനോപ്ലാസ്റ്റിക് സൗന്ദര്യീകരണത്തിൽ പെടുന്നു. ഇതൊക്കെ അവയവ പുനരുദ്ധീകരണമാണല്ലോ. അപ്പോൾ അതൊക്കെ സാധിച്ചത് പിന്നീടാണ്. സാർ, നമ്മൾ റീപ്ലാന്റേഷൻ സർജറിയെ കുറിച്ച് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ്? ചിലവ് കൂടിയ സർജറിയാണോ, അത് സാധാരണക്കാർക്ക് പറ്റുന്നൊരു സർജറി ആണോ എന്നൊക്കെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ റീപ്ലാന്റേഷന് വാസ്തവത്തിൽ ഈ പ്ലാസ്റ്റിക് സർജറി വളരെ കോസ്റ്റ്ലിയാണ് എന്നുള്ള ഒരു ധാരണ അത് മുഴുവൻ ശരിയല്ല. പക്ഷേ ചെറിയ സർജറി സമയം വളരെ ഏറെ എടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇങ്ങനെ ഒരു പുതുമയുള്ള പേര് വരുമ്പോൾ ആ പേരും പറഞ്ഞ് പാവപ്പെട്ട ഈ രോഗികളെ കഷ്ടപ്പെടുത്താം എന്നല്ലാതെ അത് അത്ര വലിയൊരു ചിലവേണ്ട കാര്യമില്ല. ചിലവ് വരുന്നതുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ പ്ലാസ്റ്റിക് സർജറിയും ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ ഈ കുഷ്ഠരോഗികളുടെ വൈകല്യം അതുമാതിരിയുള്ള ആ കാര്യങ്ങളൊക്കെ അതൊക്കെ സാധാരണ സർജറിയാണ്. ഈ അവയവം മാറ്റം എന്ന് പറഞ്ഞു വരുമ്പോൾ അതിന് സമയം കൂടുതലെടുക്കും. ആ സമയത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ അവയവങ്ങളും, ഇപ്പോൾ ആർട്ടറി, നെർവ്, വെയിൻ, ടെൻഡൻ, ജോയിൻറ്റ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണം പൊട്ടിച്ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ കൈവിരൽ, കാല്, അങ്ങനെ ഓരോ ഭാഗങ്ങൾ അറ്റുപോകുന്ന കേസുകൾ പറയുമല്ലോ. ഇത് അങ്ങനെ അറ്റുപോകുന്ന എല്ലാ കേസും കൂട്ടിപ്പിടിപ്പിക്കുക സാധ്യമാണോ? അതല്ലെങ്കിൽ ഇങ്ങനെ അറ്റുപോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് അതിപ്രധാനമായിട്ടൊരു കാര്യം, അതിന് എത്രയധികം ഡാമേജ് വന്നിട്ടുണ്ട്. അതിന് അപകടം, അത് ക്ലീൻ കട്ടാണെങ്കിൽ അതിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണ്. ക്ലീൻ അതായത് അവിടെ അപ്പറേഷനോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള മറ്റുള്ള അവയവങ്ങളെ കേടുവരാതെ ക്ലീൻ കട്ട് ഒന്ന്. രണ്ടാമത് സമയം, അതും അതിപ്രധാനമാണ്. ഏറ്റവും സമയം നേരത്തെ എത്തിക്കിട്ടിയാൽ അതിൻ്റെ വിജയസാധ്യത കുറച്ച് കൂടുതലായിരിക്കും. അത് ചില അവയവങ്ങളൊക്കെ ഒരു 6 മുതൽ 8 വരെ മണിക്കൂർ കഴിഞ്ഞാൽ പറ്റില്ല, ഒരിക്കലും രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റില്ല. ചില അവയവങ്ങൾ പറ്റുമായിരിക്കും, പക്ഷേ ചിലത് പറ്റില്ല, ഉപയോഗിക്കാനും സാധിക്കില്ല. പ്രത്യേകിച്ച് വൈറ്റൽ ഓർഗൻസൊക്കെയാണ് 6 to 8 hours കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിലൊക്കെ പ്രിസർവ് ചെയ്ത് അവർ കൊണ്ടുവരുകയാണെങ്കിൽ വലിയ ആൾക്കുള്ള അല്ലെങ്കിൽ അവിടുത്തെ കേടുപാടുകളോ വളരെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അറ്റുപോയ അവയവം എങ്ങനെയാണ് സാറേ നമ്മൾ അത് ചെയ്യേണ്ടത്? അത്
ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ മണ്ണും അതുമാതിരിയുള്ള മറ്റുള്ള അവയവങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് സലൈൻ അവർക്കറിയാവുന്നതിന് അടുത്ത ആശുപത്രിയിൽ പോയിട്ട് അവർ ചെയ്ത് കൊടുക്കുന്ന സലൈൻ ഇട്ട് റാപ്പ് ചെയ്ത് ചെറിയ ഡ്രസ്സിങ്സൊക്കെ ചെയ്ത് വന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അപകടം ഉണ്ടായ ഒരു അവയവം വിട്ടുപോയ ആളാണെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം നന്നായിരിക്കും. ആ സമയം അവിടെ അധികം എടുക്കുമെങ്കിൽ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അതില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്ന ആശുപത്രിയിൽ അങ്ങോട്ട് വേഗം എത്തിക്കുകയാണ് നല്ലത്. കൂടുതൽ ഡാമേജ് ആയാലും ഈ പറഞ്ഞ പല സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. സാർ, നമ്മൾ വൈകല്യ വൈരൂപ്യ ചികിത്സകളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ജന്മനാ ഉള്ള മുറിച്ചുണ്ട്, മുറിയെണ്ണാക്ക് എന്നിവയ്ക്ക് ഇപ്പോൾ 40 വർഷമായിട്ട് സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് സ്പെഷ്യലിസ്റ്റിൽ. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം? എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത്? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. മൈൽ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പിന്നീടാണ്. ഈ പണ്ട് കാലത്തൊന്നും ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്തൊന്നും ഈ സ്മൈൽ ട്രെയിനൊന്നുമില്ല. ഒരു ജപ്പാൻ അമേരിക്കനുണ്ട്. അമേരിക്കയിൽ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് അമേരിക്കനാക്കി. ഇയാളാണ് ഈ സ്മൈൽ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇയാൾ വലിയൊരു ധനികനാണ്. പാവപ്പെട്ടവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇയാളുടെ. ഡോക്ടറല്ല, ബിസിനസ് മാനാണ്. ഇപ്പോഴുണ്ട് അവരുടെ കമ്പനി സ്മൈൽ ട്രെയിനിൽ. ഇയാൾക്ക് വാസ്തവത്തിൽ ഈ സ്കീമിൽ ഒരു എയർപ്ലെയിനൊക്കെ ഉണ്ട്. എയർപ്ലെയിനിൽ അവർ സ്റ്റാഫൊക്കെ പോവാം അവിടെ അമേരിക്കയിൽ. അപ്പോൾ അവർ അന്ന് ആദ്യം തുടങ്ങുന്നത് അമേരിക്കയിലാണ്, ജപ്പാനീസ്. അപ്പോൾ അവർ ഇതൊക്കെ ഫ്രീ ആയിട്ട് പോയി ചെയ്യണേ ഓരോ സെൻറ്റേഴ്സിൽ. അപ്പോൾ അതാണ് സ്മൈൽ. അവർ പിന്നെ അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഞാനിവിടെ വർക്ക് ചെയ്ത് ആദ്യകാലങ്ങളിലായിരുന്നു, കുറച്ച് കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മളുടേതായ ഒരു സ്കീമായിരുന്നു. പിന്നീടാണ് ഈ സ്മൈൽ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മളും അതിൽ കൂടി ആ സ്മൈൽ ട്രെയിൻകാരൊരു ചെറിയ എമൗണ്ട് നമുക്ക് വരും. മുഴുവൻ കിട്ടില്ല, ചെറിയ എമൗണ്ട് വരും. അപ്പോൾ അത്രയും ചിലർക്കൊക്കെ പാവപ്പെട്ടവരാണെങ്കിൽ അതുകൊണ്ട് മതിയായി. അപ്പോൾ നമ്മൾ ഒരാളുടെ നിന്നും പൈസ മേടിക്കുക. ഇപ്പോൾ നമ്മൾ ഒരാളുടെ നിന്നും മേടിക്കുന്നില്ല, എല്ലാം പറയാം. തികച്ചും സൗജന്യമായിട്ട് കൊടുക്കും. സൗജന്യം മാത്രമല്ല, അവരുടെ യാത്രാ ചെലവ്, അവരുടെ ഫുഡ്, ഹോസ്പിറ്റലുകൾ, പിന്നെ കുട്ടികൾക്ക് അവരുടെ ഈ സ്കൂളിൽ പോകാനുള്ള പാഠപുസ്തകമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സൗജന്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കമ്പനി തരും, അമേരിക്കൻ കമ്പനി സ്മൈൽ ട്രെയിൻ. സാർ, നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ യൂറോളജി. യൂറോളജിയിൽ എന്തൊക്കെ ചികിത്സകളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്? ആദ്യ കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് ഞാൻ ജനറൽ സർജറിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അന്ന് യൂറോളജി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. മെഡിക്കൽ കോളേജാണ് കൂടി. ജനറൽ സർജറിയാണ് യൂറോളജി ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ ജനറൽ സർജറിയിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ യൂണിറ്റ് ചീഫ് എൻ്റെ കൂടെ ഞാനന്ന് അസിസ്റ്റൻറ്റ് ടു ദി അസിസ്റ്റൻറ്റ് ടു ദി സർജറി ചെയ്തു ആദ്യകാലങ്ങളിൽ. അന്ന് ഒരു പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് എടുത്ത് കളയാം, ബ്ലീഡിങ് വന്നു. ഈ സർജൻ പ്രൊഫസർ സർജറി ഡോക്ടർ ജനാർദ്ദനൻ നായരായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പ്രോസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അബ്ഡോമൻ തുറന്നിട്ട് ആണ് പ്രോസ്റ്റേറ്റ് എടുത്ത് കളയുന്നത്. ഇത് അകത്തുള്ള ഒരു അവയവമാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനൊരു കോംപ്ലിക്കേഷൻ. അപ്പോൾ അബ്ഡോമൻ തുറക്കണം, അതിനകത്ത് ചെല്ലണം, പിന്നെയും കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെല്ലണം പ്രോസ്റ്റേറ്റ് എന്നുള്ള അവയവത്തിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട്. അപ്പോൾ അതിന് മാറ്റേണ്ടതായ ഘട്ടം വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കളയുന്നില്ല. അതൊരു ബ്ലൈൻഡ് ഓപ്പറേഷനാണ്. ഇന്ന് ബ്ലൈൻഡ് ഓപ്പറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ കൊണ്ട് ചെയ്യുന്ന, അതായത് ലേസർ കണ്ണാടിയിൽ നോക്കി എല്ലാം കണ്ട് ഓരോ ടിഷ്യൂ കണ്ട് ചെയ്യുന്ന. അന്ന് റിയൽ ബ്ലൈൻഡാണ്, കണ്ണടച്ച് ചെയ്യുന്ന. കൈ കൊണ്ട് അകത്ത് പോയി എടുത്ത് കളയും, കൈ കൊണ്ട് എടുത്ത് കളയും. അവയൊന്നും കിടത്താൻ സാധിക്കില്ല, കാണാനും പറ്റില്ല. അതായിരുന്നു അന്നത്തെ കാലം. എന്നിട്ട് ബ്ലീഡിങ് തുടങ്ങി. പേഷ്യൻ്റ് പോസ്റ്റ് ഓപ്പറേറ്ററിൽ കിടക്കുന്ന കാലത്ത് പേഷ്യൻ്റ് ബ്ലീഡ് ചെയ്തിട്ട് നിർത്താൻ മാർഗമില്ല. മറ്റുള്ള കൺസർവേറ്റീവ് മെത്തേഡ്സാണ് എടുക്കുന്നത്. ബ്ലഡ് കൊടുക്കുക, കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ പോകില്ല, ആ പേഷ്യൻ്റ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, മരിച്ചുപോയി. അപ്പോൾ അതായിരുന്നു അന്നത്തെ കാലം. ഇന്നത്തെ കാലമൊക്കെ പോയി. ഇന്നൊക്കെ ഈ അവയവം അകത്തുള്ളതൊന്നും എടുത്ത് കളയാൻ ഒരു ട്യൂബ് ഇട്ടിട്ട്, ലെൻസ് ഇട്ടിട്ട്, ഈ ലെൻസിൽ കൂടി വേറെ ലേസർ കൊണ്ട് എടുത്ത് കളയും. ഈ ജാതി സർജറി, ഈ ഓപ്പൺ ചെയ്യാതെ സർജറി ആദ്യം തുടങ്ങിയ ഡോക്ടർ വിജയനാണ്. ഇയാൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി. ഇംഗ്ലണ്ടിൽ വളരെ പഠിച്ചതിന് ശേഷം അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് അവിടെ വരുന്നത്. റിമെമ്പർ സ്റ്റിൽ അന്ന് നമ്മളുടെ ആശുപത്രി തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പായിരുന്നു. വേറെ ഒരു
ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയായിരുന്നു കുറച്ച് നാൾ. അന്നാണ് കേരളത്തിൽ ഈ ലാപ്രോസ്കോപ്പി അത് അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് കേരള എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊരു വലിയ പ്രത്യേകത. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ നമ്മൾ വളരെ ഈസിയായിട്ട്. അപ്പോൾ ഈ സ്കീമിലൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ കഴിയാത്ത പല രോഗികളും വരുമ്പോൾ അവരെയാണ് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ ചില ആശുപത്രിയിലൊക്കെ ഈ പറഞ്ഞ ഓപ്പറേഷന് പോകുമ്പോൾ ഒരു 10-12 ലക്ഷം രൂപയെല്ലാം ഈടാക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വളരെ വളരെ കുറച്ചൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെയും കൂടി താല്പര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സർജന്മാരുടെയും താല്പര്യമാണ്. സാർ, അതേപോലെ ഈ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ കേസ് പറഞ്ഞല്ലോ. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് ഒത്തിരി സഹായം ചെയ്യുന്നു പറഞ്ഞാൽ അതെങ്ങനെയാണ്? രോഗിയാണോ, ബന്ധുക്കളാണോ, ആരാണ് നമ്മളെ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ചികിത്സകൾ, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന്. ഇത് സമീപിക്കേണ്ടത് തീർച്ചയായിട്ടും രോഗിയും രോഗിയുടെ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു ആരോഗ്യ പ്രശ്നമാണല്ലോ. ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവർ വീട്ടുകാർ വേണമല്ലോ, അല്ലെങ്കിൽ രോഗി തന്നെ വേണമല്ലോ വരാനായിട്ട്. അപ്പം അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ 2 വിധത്തിൽ നേരെ ഒരു സാധാരണ എല്ലായിടത്തും ഒക്കെ പോയിട്ട് എന്ത് എക്സ്പെൻസ് വന്നാലും മീറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർ എന്നുള്ളത് വരുവായിരിക്കും. പക്ഷേ അതിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളൊരു അസസ്മെൻറ്റ് നടത്തും. അവരുടെ ഇൻകവും അവർക്കത് സഹിക്കാൻ പറ്റും അപ്പോൾ എന്നുള്ള മറ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആകുമ്പോൾ ഇപ്പോൾ കഴിയുന്നതും ബന്ധുക്കൾ ആണെങ്കിൽ നന്നായിരിക്കും, റിലേറ്റീവ്സ് ആണെങ്കിൽ നന്നായി. അതല്ലെങ്കിൽ അൺറിലേറ്റഡ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ പരിശോധനകളും അതിൻ്റെ നിയമങ്ങളും എല്ലാം ഉണ്ട്. സാർ, അതുപോലെ നമ്മൾ റീപ്ലാന്റേഷൻ സർജറിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സെക്ഷനാണ് അസ്ഥിരോഗ വിഭാഗം അല്ലെങ്കിൽ ഓർത്തോ സെക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ നമ്മുടെ ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗത്തെക്കുറിച്ച്? ഇപ്പോൾ ഓർത്തോപെഡിക്സിലുള്ള 1-2 പ്രത്യേകതകൾ ചിലതെല്ലാം നമ്മുടെ ആദ്യകാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊന്നും അധികം സർജറി ചെയ്യാത്ത ചില ഭാഗങ്ങളുണ്ടായിരുന്നു. ഒരു ഉദാഹരണമായിട്ട് ഒരാളുടെ കാല് കുറച്ച് ഭാഗം പോയി കഴിഞ്ഞാൽ, നീളം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തു ചെയ്യും? അങ്ങനെ നീളം കൂട്ടാൻ സാധിക്കുമോ? അപ്പോൾ നീളം കൂട്ടാതെ നടക്കാൻ സാധിക്കും? വലിയ പ്രശ്നമല്ലേ ഇത്. അത് ഇന്ത്യയിലൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ടെക്നിക്ക് വന്ന് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ചെറിയാൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. അത് ഇലിസാർ എന്ന് പറഞ്ഞൊരു പ്രത്യേക സർജറിയാണ്. അത് പണ്ട് കാലത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അസ്ഥിക്ക് നീളം കൂട്ടി വേണ്ട സർജറി. അപ്പോൾ അതൊരു പ്രത്യേകത ഈ ഇലിസാർ. ഇതാണ് ഒന്നുള്ളത്. പിന്നെയുള്ളത് ജോയിൻ്റ് റിപ്ലേസ്മെൻറ്റ്. അതും വലിയൊരു പ്രത്യേകത. ജോയിൻ്റൊക്കെ പണ്ട് കേടുവന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതുകൊണ്ട് നടക്കുക, അയച്ചയച്ച് നടക്കുക. ഇനിയായാലും രോഗമില്ല, ഹിപ്പായാലും രോഗമില്ല, ഏത് ജോയിൻ്റായാലും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വലിയൊരു ഡെവലപ്മെൻ്റാണ് ഇപ്പോൾ. അത് മാറ്റാം എന്നുള്ളതാണ് റീപ്ലേസ്മെന്റ് എന്നൊരു ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ്. അത് വലിയ പ്രത്യേകമാണ്. അപ്പോൾ അതുമാതിരി തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ഈ ലാപ്രോസ്കോപ്പി സർജറി. പണ്ടൊക്കെ മുഴുവൻ തുറന്നിട്ട് ഉള്ള ചെയ്യല്. അപ്പോൾ അതും അതിൽ ചിലതെല്ലാം ഈ അകത്തുള്ള ജോയിൻറ്റിലുള്ള കാർട്ടിലേജ് അങ്ങനെ ചെറിയ അവയവങ്ങളൊക്കെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ പുതുമകളാക്കാൻ അത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും പഴയ ചരിത്രം ഇപ്പോഴത്തെ ഇതുമായിട്ട് നോക്കി കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രധാന വ്യത്യാസങ്ങൾ ഇവരെല്ലാം പോയിട്ട് ട്രെയിനിങ് എടുത്തതാണ്, പ്രത്യേക സ്പെഷ്യലൈസേഷൻ എന്നാലേ പറ്റുള്ളൂ. ഇപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ പല സെൻറ്റേഴ്സിലൊക്കെ ആദ്യകാലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ സബിനും ചിലതിലൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങളിലെല്ലാം പോയിട്ട് ട്രെയിനിങ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഡയാലിസിസ് യൂണിറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യകാലങ്ങളിലൊക്കെ ഈ പറഞ്ഞ മാതിരിയുള്ള വിഷമങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ആഴ്ചയിൽ 2 ദിവസം വേണം, വലിയൊരു സംഖ്യ ആശുപത്രിയിൽ അവരുടെ ചെലവിനായിട്ടെടുക്കും. ഈ ഡയാലിസിസ് മാത്രമായിട്ട് തന്നെ വലിയൊരു സംഖ്യ എടുക്കും. അതിനും പുറമെ മരുന്നൊക്കെ പേരും പറഞ്ഞാൽ അതും എടുക്കും. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് വിഷമായിട്ടൊരു സംഭവമാണ് അന്നും ഇന്നും. നിവൃത്തിയില്ലാത്തതിൻ്റെ പല വിധത്തിലും പൈസ ഉണ്ടാക്കി അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ചിലർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്കീം, ഒരു ഡയാലിസിസ്
സഹായിക്കാൻ വേണ്ടിയുള്ളൊരു കേന്ദ്രം സ്ഥാപിക്കുകയും അതിൽ കുറഞ്ഞ നിരക്കിലും ഈ പറഞ്ഞ പോലെ സൗജന്യ നിരക്കിലും നമ്മൾ അതെ പാവപ്പെട്ടവർക്ക് അത് ചെയ്യുന്നുണ്ട്. വളരെ പാവപ്പെട്ടവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അവരുടെ അർഹതയനുസരിച്ച് വേണ്ടപ്പെട്ട എല്ലാം നോക്കിയതിന് ശേഷം അങ്ങനെ സാധിക്കും. അതല്ലെങ്കിൽ വളരെയേറെ കുറച്ചും സാധിക്കുന്നു. മറ്റുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ 1800 2000 രൂപ അവർ ഡയാലിസിസിന് എടുക്കുന്ന കാലത്ത് നമ്മളിപ്പോൾ 600 രൂപ 700 രൂപ എന്നും അതല്ലാതെയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി, യൂറോളജി, ഓർത്തോ ഇതല്ലാതെ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് ഹോസ്പിറ്റൽ? ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വലിയ സർജറീസും അതുമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെയും സഹായം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെയും ആവശ്യമനുസരിച്ച് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാർഡിയോളജി ആയാലും പൾമനോളജി ആയാലും റൂമറ്റോളജി ഏതായാലും ശരി, എല്ലാത്തിനും ഓൺ കോൾ വിളിക്കും. പിന്നെ സ്ഥിരമായിട്ടുള്ള ഇതല്ലാതെ ഉള്ളത് വേറെയുണ്ട്. കുറച്ച് സ്കിന്നുണ്ട്, ENT ഉണ്ട്. അവരൊക്കെ ENTയിൽ ഒന്നല്ല 2 പേരുണ്ട്. സ്കിന്നിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങൾ എല്ലാം നമുക്കുണ്ട്. എല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചികിത്സ നമ്മളോട് ചികിത്സയ്ക്ക് വരുന്നതിന് ഒന്നിന് പോരായ്മ വരാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള അഡീഷണൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യും. ചികിത്സയ്ക്ക് പുറമെ സ്പെഷ്യലിസ്റ്റിൽ എന്തൊക്കെയാണ് സാറ് പ്രത്യേകതകളുള്ളത്? നമുക്ക് പ്ലാസ്റ്റിക് സർജറി തന്നെ ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റുണ്ട്. പ്ലാസ്റ്റിക് സർജറിയിൽ മാത്രം, അതായത് MS പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് വന്നതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി പഠിക്കും. 3 years ഉള്ള ഡോക്ടറേറ്റ് ഇൻ പ്ലാസ്റ്റിക് സർജറി, ND ഡോക്ടറേറ്റ് ഡിപ്ലോമ, ഡോക്ടറേറ്റ് ND എന്ന് പറയും. അങ്ങനെ ഒരു സൗകര്യം ആശുപത്രി അതുണ്ട്. അപ്പോൾ ഓരോ കൊല്ലം 2 പേര് ഉണ്ട്. സ്നേഹത്തിൽ നിന്നുള്ള മറ്റേ ഒരു ചികിത്സാ രീതിയാണല്ലോ. അതൊരു യൂണിറ്റ് നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണ്. അത് പണ്ട് പോയി തുടങ്ങിയിട്ട് വളരെ നാളുകളായി. അത് അധികമായിട്ട് ഈ ബെഡ്റിഡനായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിനെ വീട്ടിൽ പോയിട്ട് നോക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതിനുള്ള സ്കീമാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി ആംബുലൻസിൽ മരുന്നുകളും ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ കൂടി ഈ വീടുകളിൽ പോയി അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൊടുത്തു വരിക. ഇതാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് വളരെ വർഷങ്ങളായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടപ്പ് രോഗികൾക്കും ക്യാൻസർ പേഷ്യൻസ് അവിടെ ചെന്ന് ചികിത്സ. സാർ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഭാവിയിൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? നമ്മൾ ആദ്യകാലത്തെ ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി പറയുകയുണ്ടായി. അപ്പം 1983 ആശുപത്രിയായി തുടങ്ങി. 1976 ഇവിടെ തൊട്ട് പ്രവർത്തനം തുടങ്ങിയെങ്കിലും പിന്നീട് പാലാരിവട്ടത്താണ് ഹോസ്പിറ്റലായിട്ട് തുടങ്ങുന്നത്. ചെറിയ തോതിലുള്ള ഒരു ആശുപത്രി, 4 നില കെട്ടിടത്തിൽ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എറണാകുളത്ത് നോർത്തിലേക്ക് മാറിയും അവിടെ കൂടുതൽ സൗകര്യമായി. അവിടെ 7 നിലയിൽ കുറച്ചുകൂടി ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സൗകര്യങ്ങൾ കൂട്ടാനൊക്കെ സാധിച്ചു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ കൂടുതലായിട്ട് വരുന്നു, ചികിത്സാ സമ്പ്രദായങ്ങൾ വ്യത്യാസപ്പെടുന്നു, എക്യുപ്മെൻറ്റ്സ് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് വയ്ക്കാൻ തന്നെ സ്ഥലമില്ലാതെ ഘട്ടം വന്നിരിക്കുന്നു. ഓരോ മുറികളിലൊക്കെ ഇപ്പോൾ വലിയ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ CT PET ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അത് വയ്ക്കാൻ തന്നെ സാധിക്കാത്ത കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ സ്ഥലവും പുതിയ സൗകര്യത്തോടു കൂടി ഒന്ന് വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അതിൻ്റേതായ ഡിഫിക്കൽട്ടീസും ഉണ്ട്. അവിടെ ചെന്നാലും കാണുന്ന വിഷമങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇപ്പോൾ വളരെ സൗകര്യമുള്ള ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ സ്ക്വയർ ഫുട്ട് ഏരിയ സ്ഥലമുള്ള ആശുപത്രി, ഒരു 8 നില ആശുപത്രി ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ, ലുലുവിൻ്റെ പിന്നിലായിട്ട്, നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായിട്ട്, അമൃത ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ജംഗ്ഷനിൽ തന്നെ എടപ്പള്ളി ജംഗ്ഷൻ കുന്നുംപുറന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ, നാഷണൽ ഹൈവേയുടെ സൈഡിൽ എടപ്പള്ളിക്ക് അടുത്ത് കുന്നുംപുറത്ത് ആശുപത്രി പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടുതൽ സൗകര്യങ്ങളും ഈ എക്യുപ്മെൻസും ഇൻസ്ട്രുമെൻസും ഒക്കെ സ്റ്റോർ ചെയ്യാനും പ്രവർത്തിക്കാനും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് വർക്ക് ചെയ്യുകയാണ്.
കുറച്ചുകൂടി വിപുലമായ രീതിയിൽ അതെ അതെ കുറെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട്. കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മറ്റുള്ള ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒക്കെ കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയും സമയം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതുപോലെ സേവനങ്ങളെക്കുറിച്ച് വളരെ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി സാർ. താങ്ക് യു.